പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ FCRA ഭേദഗതി ബിൽ പാസാക്കാൻ കേന്ദ്ര നീക്കം. ലോക്സഭാ സെക്രട്ടേറിയറ്റ് FCRA അടക്കം 7 ബില്ലുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിലാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. അതിനു മുൻപ് സർവകക്ഷി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുണ്ട്. എന്താണ് ഇപ്പോൾ ബില്ലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ? ഗൗതം, ലോക്സഭാ സെക്രട്ടറി 20-ാം തീയതി തിങ്കളാഴ്ച പാർലമെന്റ് തുടങ്ങുകയാണ്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ച് ഇതടക്കമുള്ള 7 ബില്ലുകൾ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് ബിൽ അവതരണം ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്സഭാ സെക്രട്ടറി പട്ടികയിൽ 7 പ്രധാനപ്പെട്ട ബില്ലുകളുടെ പട്ടികയിൽ 3ാമതായി ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ബിഷപ്പുമാര് അമിത്ഷായെ കണ്ടിരുന്നു. അമിത്ഷാ ആ യോഗത്തിൽ വ്യക്തമാക്കിയത് ഈ വിദേശ നാണയ ചട്ട നിയമ ഭേദഗതി എന്നത് കോൺഗ്രസ് സർക്കാർ 2010-ൽ കൊണ്ടുവന്ന ഭേദഗതിയിൽ കൂടുതൽ ഇളവ് നൽകുന്നതാണ് എന്നാണ് ഈ ബിഷപ്പുമാരെ ധരിപ്പിക്കുകയും അക്കാര്യത്തിൽ ബിഷപ്പുമാർ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ബില്ല് പാസ്സാക്കാനുള്ള നീക്കവുമായിട്ട് BJP പാർലമെന്റിൽ നീങ്ങുന്നത്. ഏതായാലും ക്രിസ്ത്യൻ സഭകളുടെ നിലപാട് എന്തായിരിക്കും ബിൽ പാസ്സാക്കുന്ന കാര്യത്തിൽ എന്നതാണ് ഇനി അറിയേണ്ടത്. അതല്ലെങ്കിൽ നേരത്തെ തന്നെ 2010-ലെ ബില്ലിൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ഉണ്ട് എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അതിൽ കുറച്ച് കാര്യങ്ങൾ തങ്ങൾ അത് ഡൈല്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നൊരു ഉറപ്പും അമിത്ഷാ നൽകിയിട്ടുണ്ട്. ഏതായാലും ബില്ല് പൂർണ്ണരൂപത്തിൽ വരുമ്പോഴാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ ഡൈല്യൂഷൻ വരുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വർഷകാല സമ്മേളനത്തിന് ഈ വിദേശ നാണയ ചട്ട വിനിമയ ബിൽ പാസ്സാക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ 3ാമത്തെ ബില്ലായി, വളരെ നിർണായകപ്പെട്ട ബില്ലായി ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇത് തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ ബില്ലുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് ശരത് ലാൽ നൽകുന്ന വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.